ഹലോ ലവ്ലീസ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഡെറിയിലേക്ക്. 1962 ബ്ലാക്ക് സ്പോട്ട് കൂട്ടക്കൊലയും 27 വർഷം കഴിഞ്ഞുള്ള 1989 ലൂസേഴ്സ് ക്ലബിന്റെ ചെറുത്തുനിൽപ്പിന് ശേഷം മറ്റൊരു 27 വർഷം കൂടി കഴിയുമ്പോൾ എന്താണ് പെന്നിവൈസ് എന്ന കോസ്മിക് എൻറ്റിറ്റിയുടെ അടുത്ത ഉയർത്തെഴുന്നേൽപ്പ്? മുന്നേ ഉണ്ടായ സംഭവങ്ങൾ കണ്ടില്ലെങ്കിൽ ഈ രണ്ട് കഥയും നമ്മുടെ ചാനൽ കിടപ്പുണ്ട്, ഒന്ന് കയറി നോക്കിക്കോ. വെൽക്കം ടു ഡെറി അവസാനിപ്പിച്ച ബെവർലിയിലൂടെ തന്നെ നമ്മൾ പുതിയ കാഴ്ചകളിലേക്ക് കടക്കുമ്പോൾ അന്ന് ഡെഡ് ലൈറ്റ്സിന്റെ സ്വാധീനത്തിൽ വെച്ച് അവൾ തന്റെയും കൂട്ടരുടെയും ഭാവിയെക്കുറിച്ച് കണ്ടതായി പറഞ്ഞിരുന്നു. ബില്ലി മുൻകൈയെടുത്ത് ആ 1989 ഒരു ശബ്ദമെടുപ്പിച്ചു. ഇനി ആ രാക്ഷസൻ എപ്പോഴെങ്കിലും ഡെറിയിലേക്ക് വീണ്ടും വന്നാൽ നമ്മൾ എവിടെയായിരുന്നാലും എത്തിച്ചേരണമെന്ന്. അങ്ങനെ 27 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് 2016. ഇതുവരെ കണ്ടിരിക്കുന്ന 90s കാലഘട്ടത്തിൽ നിന്ന് 21ാം നൂറ്റാണ്ട് സെറ്റിംഗിലേക്ക് കടക്കുമ്പോൾ ഡെറിയിലെ മനോഹരമായ ഒരു കിഡ്സ് കാർണിവലിൽ നിന്നാണ് തുടക്കം. അവിടെ ഗെയിംസിലായി ഏർപ്പെട്ട് എൻജോയ് ചെയ്തു വരുന്ന ഒരു സ്വർഗ്ഗ കപ്പിൾസ്. അവർ കിട്ടുന്ന സമ്മാനം കുട്ടികൾക്ക് കൊടുക്കുന്നതും പബ്ലിക്കായി നിന്ന് ചുംബിക്കുന്നതൊന്നും അവിടെ നിൽക്കുന്ന ഒരു ഗ്യാങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. അവരിവരോട് പോയി തോട്ടയിട്ട് സംസാരമാവുന്നതോടെ എന്ത് ചെയ്യുന്നോ, വലിയ ആൾക്കാരൊന്നുമില്ലാത്ത ഒരു പാലത്തിനടുത്തെത്തി ഇവരെ പിടിച്ച് അതിലൊരുവിനെ ഇട്ടങ്ങ് ഉപദ്രവിക്കുകയാണ്. തലയെല്ലാം അടിച്ച് ചോര വരുത്തി അവശനാക്കുമ്പോൾ ഒരു കാര്യം ഓർക്കണം, ഡെറിയിലെ ആൾക്കാരാണ്. കുടിക്കുന്ന വെള്ളത്തിൽ വരെ ആ കോസ്മിക് എൻറ്റിറ്റിയുടെ പ്രഭാവം ഉള്ളതുകൊണ്ട് പൈശാചികതയുള്ള നാട്ടുകാർ. അടിച്ച ആ പാവത്തിനെടുത്ത് പാലത്തിൽ നിന്ന് എടുത്ത് എറിയുന്ന ടെറർ കാഴ്ച. കൂടുതലുള്ള ആ പിടിച്ചു വെച്ചിരുന്നവനെ വിട്ട് ആരെങ്കിലും കാണും മുന്നേ സ്കൂട്ടാകുമ്പോൾ ഈ ഒഴുകി പോകുന്നവൻ ജീവനോടെ ഒഴുകി ചെന്നെത്തുന്നിടത്ത് ഒരാൾ കാത്തിരിപ്പുണ്ട്. 4 എപ്പിസോഡൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, ഇത് എത്തിയിരിക്കുകയാണ് ആ കാലമാടൻ. ഒഴുകി വരുന്നവനെ കൊതിയോടെ നോക്കി നിൽക്കുന്ന പെന്നിവൈസ്. കൂടുള്ളവൻ പാലത്തിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ പാർട്ണർ ഒരു ക്രൗണിനടുത്തായി നിൽക്കുന്നത്. പൊടുന്നനെ പെന്നിവൈസ് വീണ്ടും വേട്ട തുടങ്ങിയിരിക്കുകയാണ്. 27 കൊല്ലത്തെ ഹൈബർനേഷന് ശേഷം വീണ്ടും ഒരു വരവ്. അങ്ങനെ പറയാൻ പറ്റുമോ? പെന്നിവൈസിന് സമയം എന്നത് വെറും ഒരു പേര് മാത്രമല്ലേ? ഏത് ടൈമിലേക്കും ഒരേ സമയം കടക്കാൻ കഴിയുന്ന ഒരു ദൈവമാണെന്ന് സീരീസിലൂടെ ഒരു പുതിയ കൺസെപ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് അങ്ങനെ പറയാനും പറ്റില്ല. ബ്രേക്കിംഗ് ന്യൂസ്: യുവാവിനെ ശരീരഭാഗങ്ങളറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ഒട്ടും വൈകാതെ ഡെറിയിലെങ്ങും വാർത്ത ഫ്ലാഷ് ആകുമ്പോൾ അത് നമുക്ക് പരിചയമുള്ള ഒരാളുടെയും ചെവിയിലേക്ക് എത്തുകയാണ്. മൈക്ക് ഹാൻലൺ. മൈക്ക് ഒരു ലൈബ്രറിയനാണ് ഡെറിയിലെ. അങ്ങനെ പറയാൻ കാരണം ലൂസേഴ്സ് ക്ലബിലെ ബാക്കി എല്ലാവരും ഡെറി വിട്ടു പോയിട്ട് നാളേറെയായി. എല്ലാവരും നല്ല നിലയിൽ എത്തിയിട്ടുണ്ട്. റിച്ചി അവൻ വലുതായി ഇപ്പോൾ ഒരു സ്റ്റാൻഡപ്പ് കൊമേഡിയനാണ്. ബില്ലി പിന്നീട് ഒരു എഴുത്തുകാരനായി. കരോൾ സ്റ്റാർക്കി പോലെ ഒരു നോവലിസ്റ്റ്. മിസ്റ്ററി നോവലുകൾ കുറേ എഴുതിയിട്ടുണ്ടെങ്കിലും എല്ലാറ്റിൻ്റെയും എൻഡിങ്ങിൽ വരുമ്പോൾ ബില്ലിക്ക് വായനക്കാരുടെ കയ്യിൽ നിന്ന് നല്ല പൊങ്കാല കിട്ടാറുണ്ട്, സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത എൻഡിങ് മൂലം. ബില്ലിയുടെ വൈഫ് ഒരു സിനിമാ നടിയാണ്. അന്ന് ബെവർലി മൈക്ക് കിസ് ചെയ്തിട്ടുണ്ടായിരുന്നേലും ആ ബന്ധം പിന്നീട് വർക്കൗട്ട് ആയില്ല. ജിമിട്ടനായിരുന്ന ബെൻ ഇപ്പോൾ ഒരു ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷനൊക്കെ നടത്തി സക്സസ്ഫുള്ളായ ഒരു ആർക്കിടെക്റ്റാണ്. സ്വന്തമായി ന്യൂയോർക്കിൽ ഒരു കമ്പനിയൊക്കെ ഉണ്ട്, ഹാൻഡ്സ്കോം ആർക്കിടെക്ചർ. ബെവർലി അന്ന് സൈൻ ചെയ്ത് കൊടുത്ത പേപ്പർ ഇപ്പോഴും കയ്യിൽ കൊണ്ട് നടക്കുന്നതിലൂടെ ഇപ്പോഴും ഒരു നിരാശാ കാമുകയായി നടക്കുവാണെന്ന് മനസ്സിലാക്കാം. എഡ്ഡി ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ പരിശോധന വിഭാഗത്തിൽ ജോലി നോക്കി വരുന്നു. അലർജിക്ക് മാറ്റമൊന്നുമില്ല. പിന്നെ അമ്മയെ പോലെ തന്നെ കെട്ടിയിരിക്കുന്ന പൊണ്ടാട്ടിയും ഓവർ പ്രൊട്ടക്റ്റീവ്. ബെവർലിയുടെ കാര്യം നോക്കിയാലും ഈ പറഞ്ഞ പോലെയൊക്കെയാണ്. അച്ഛനെ പോലെ അബീസീവായിട്ടുള്ള ഒരു ഭർത്താവിനെ കെട്ടാനായിരുന്നു പാവത്തിൻ്റെ വിധി. പക്ഷേ ജീവിത വിജയം കണ്ട നല്ലൊരു ഫാഷൻ ഡിസൈനറാണ് അവൾ. അങ്ങനെ ഡെറിയിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ദുരൂഹ മരണവാർത്ത കേൾക്കുന്ന മൈക്ക് ഹാൻലൺ ഇത് കാത്തിരുന്നതാണ് എന്ന പോലെ അപ്പോൾ തന്നെ ഒട്ടും സമയം കളയാതെ തൻ്റെ പഴയ കൂട്ടുകാരെ വിളിക്കുകയാണ്. മുത്തച്ഛൻ ലെറോയ് ഹാൻലൺ മരിച്ചിട്ട് കുറേ ആവുന്നെന്ന് കാണിക്കുന്ന ഒരു ഫോട്ടോ വീട്ടിലേ ഉണ്ട്. ഡെറി വിടുന്നവരെല്ലാം അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങൾ മറക്കും. മുന്നേ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുപോലെ ഇപ്പോൾ മൈക്ക് കൂട്ടുകാരെല്ലാം വിളിക്കുമ്പോൾ അവരോട് സംസാരിച്ച് ആളെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഡെറിയിൽ എന്താണ് സംഭവിച്ചതെന്നൊന്നും ഒരു വ്യക്തതയില്ല. എന്തോ രൂക്ഷമായിട്ടുള്ള സംഭവം ഉണ്ടായിട്ടെന്ന് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വ്യക്തതയില്ലാതെ കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ മൈക്കിൻ്റെ ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ബില്ലിക്ക് നല്ല ടെൻഷനും കൈപരിപ്പും. ബെന്നിന് നെഞ്ചു പടപടാ മിടിക്കുന്ന പോലെ. എഡ്ഡി ഓടിച്ചിരുന്ന വണ്ടി ഒരു കൊച്ചു ആക്സിഡൻറ്റിലാവുന്ന വെപ്രാളം. അങ്ങനെയൊക്കെ നമ്മൾ ഒരാളെ വിട്ടുപോയല്ലേ, സ്റ്റാൻലി യൂറിസ്, ജൂത കുടുംബത്തിലെ കണ്ണി. ഒരു അക്കൗണ്ടിങ് ഫേമൊക്കെ നടത്തി പെമ്പർനോത്തിയുമായി അങ്ങനെ സമ്മാനത്തോടെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കെ ഇങ്ങനൊരു കോൾ വരുന്നത് സ്റ്റാനാണ് ഏറ്റവും വലിയ ഞെട്ടൽ. കൂട്ടത്തിലെ ലോലഹൃദയനും കൂടിയായി അവനെ വിളിച്ചിട്ട് 27 കൊല്ലം കഴിഞ്ഞിരിക്കുന്നു. അത് വീണ്ടും പണി തുടങ്ങി. നമ്മളെടുത്ത ആ ശബ്ദം. ഇതെല്ലാം കേൾക്കുന്നതും ഓരോ കാര്യങ്ങൾ ഓർമ്മ വന്ന് പെട്ടെന്ന് തന്നെ വെപ്രാളം കയറി അപ്സെറ്റ് ആവുന്നു. ഇനിയും ഡെറിയിലേക്ക് പോയി അതിനെ ഫേസ് ചെയ്യാൻ ധൈര്യമില്ലാത്തതിനാൽ സ്റ്റാൻഡ് ചെയ്യുന്ന ഒരു ഷോക്കിംഗ് സംഭവം എന്നാൽ നടന്നതെല്ലാം ഓർമ്മയിൽ വന്ന ശേഷം സ്വന്തം കൈമുറിച്ച് ആത്മഹത്യ ചെയ്യുവാണ്. സ്റ്റാൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സ്വപ്നം കണ്ടിട്ടാണ് ബെവർലി രാത്രി ഞെട്ടി എഴുന്നേൽക്കുന്നത്. വൈകാതെ മൈക്കിൻ്റെ കോൾ വന്ന് കാര്യങ്ങൾ ഓർത്തെടുത്ത് എത്രയും വേഗം എത്തണമെന്ന സീരിയസ്നെസ്സിൽ അപ്പോൾ തന്നെ തുണിയും മറ്റുമെടുത്ത് പാക്ക് ചെയ്ത് ഇറങ്ങും വഴിക്ക് ഹസ്ബൻഡ് അവിഹിത ബന്ധം വെച്ച് ആരുടെ കൂടെ പോകണമെന്ന് പറഞ്ഞ് മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. തെള്ളി മാറ്റി കയ്യിൽ കിട്ടിയൊരു ബോട്ടെടുത്ത് അടിച്ചൊരു തരത്തിൽ അവിടുന്ന് രക്ഷപ്പെട്ടിറങ്ങി ഇനി ഇവൻ്റെ അടുത്തേക്ക് ഇല്ലെന്ന പോലെ മോതിരവും മൂരിക്കളഞ്ഞ് പോകുമ്പോൾ ഇതിനിടയ്ക്ക് ഒരു ട്വിസ്റ്റ് ഉണ്ട്. നിറയിട്ട ബോവേഴ്സ് കുടുംബത്തിലെ അവസാന കണ്ണി ഹെൻറി ബോവേഴ്സ് അവൻ്റെ അച്ഛനെ കൊന്ന ശേഷം ബെൽ ഹൗസിലേക്ക് എത്തി ഒരു ആക്രമണം നടത്തിയ ഓർമ്മയില്ലേ? അന്ന് മയക്ക് ചവിട്ടി കിണറിലേക്ക് ഇട്ടപ്പോൾ മരിച്ചെന്നാണ് കരുതിയത്.
പക്ഷേ പെന്നിവൈസ് അവനെ വീണ്ടും ഒരു കൊലവായി തന്നെ ഉപയോഗിച്ചു എന്ന് വേണം പറയാൻ. അന്ന് പെന്നിവൈസിനെ ലൂസേഴ്സ് പായിച്ചപ്പോൾ കൂനെ നിന്ന് നിരകളുടെ കൂട്ടത്തിൽ ഹെൻറിയും ചാലിൽ നിന്ന് പുറന്തള്ളപ്പെട്ടു ജീവനോടെ. അവനെന്ന് വീട്ടിലേക്ക് തിരിച്ചെത്തിയെങ്കിലും പിതാവിനെ കൊന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തിരുന്നു. ഭ്രാന്തമായി നിന്ന് ഇനിയും എല്ലാവരെയും കൊല്ലണമെന്ന് ആക്രോശിക്കുന്നത് കണ്ട് മാനസികമായ പ്രശ്നത്തിലാണെന്ന് മനസ്സിലാക്കി പിന്നീട് ഒരു മെൻ്റൽ അസൈലത്തിലേക്ക് ആക്കുകയായിരുന്നു, ജൂനിപ്പർ ഹിൽ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക്. ഇൻഗ്രിഡ് ജോലി ചെയ്ത ലിലിയുടെ പേടി സ്വപ്നമായ അതേ ആശുപത്രി. ഇപ്പോൾ 27 വർഷം കഴിഞ്ഞ് അടുത്ത സൈക്കിളിന് തുടക്കമാകുമ്പോൾ അവൻ്റെ മേലുള്ള ഇറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വീണ്ടും പ്രകടമായി തുടങ്ങുവാണ്. ചുവന്ന ബലൂൺ പറക്കുന്നത് കണ്ടുള്ള കൺട്രോൾ വിട്ടുള്ള ആഹ്ലാദം കണ്ട് പ്രത്യേകം ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി അടയ്ക്കുമ്പോൾ അവിടേക്ക് അവനടുത്തേക്ക് ആയുധം വെച്ചു കൊടുക്കുകയാണ്, മുന്നേ പോസ്റ്റ് ബോക്സിൽ വെച്ചു കൊടുത്ത പോലെ. ആ മുറിയിലായി ഒരു ബലൂൺ കണ്ട് പിടിക്കുന്നതും വീണ്ടും കത്തി നൽകുന്നവൻ വേറെ ആരുമല്ല, പണ്ടത്തെ ആ കൂട്ടാളി പാട്രിക്. ഇനി റീയൂണിയൻ ടൈം. ഉറ്റ സുഹൃത്തുക്കളെല്ലാം 2 ഡെക്കേഡുകൾക്കപ്പുറം കാണുന്നതിൻ്റെ സന്തോഷവും ആഹ്ലാദവും അട്ടഹാസവും പ്രകടനങ്ങളുമെല്ലാം ഡെറിയിലെ ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലായി അരങ്ങേറുവാണ്. ജീവിതവും ദാമ്പത്യമൊക്കെ സംസാരിക്കുന്നവർക്ക് സത്യത്തിൽ ഡെറിയിൽ വന്നിരിക്കുന്നത് എന്ത് പ്രശ്നം സോൾവാക്കാനാണെന്ന് ഇനിയും ഒരു വ്യക്തത പൂർണ്ണമായും ലഭിച്ചിട്ടില്ല. ചോദിക്കാനും പറയാനും ഒരു മടിയുമുണ്ട്, സ്വാഭാവികം. എന്നാൽ ഡെറി വിട്ടു പോയിട്ടില്ലാത്ത മൈക്കിന് നടന്നെല്ലാം കൃത്യമായി ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്തിന്, കയ്യിലൊരു നോട്ട്ബുക്ക് വരെയുണ്ട്, ഇറ്റിനെക്കുറിച്ച് കേട്ടറിഞ്ഞ കാര്യങ്ങൾ എഴുതിയിട്ടുള്ളതും സുഹൃത്തുക്കളുടെ പണ്ടത്തെ ശബ്ദത്തെക്കുറിച്ചുമൊക്കെ. 27 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ദുരൂഹമരണവും കുട്ടിയുടെ മിസ്സിംഗ് കേസ് റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണെന്നും എന്തേലും നമുക്ക് ചെയ്തേ പറ്റൂ. അന്ന് ഇറ്റിനെ ആട്ടിപ്പായിച്ചെന്ന് മാത്രമേ ഉള്ളൂ, അതിനർത്ഥം എല്ലാം തീർന്നെന്നല്ല. എന്നേക്കുമായി തീർക്കാൻ എന്തേലും ചെയ്തേ പറ്റൂ. മൈക്കിൻ്റെ ആശങ്കയോടുള്ള ഈ സംസാരം കേട്ട് എല്ലാവരും അവനെ ശാന്തനാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാവരും എത്തിയിട്ടും സ്റ്റാൻലി യൂറിസിനെ കാണാത്തത് എന്താണെന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇതെല്ലാം നടക്കുന്നത്. ഇവരുടെ ചിരിയും കളിയും എല്ലാം മറന്നത് ഫോർച്യൂൺ കുക്കീസ് എത്തുമ്പോൾ. ഭാവിയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ അറിയാമെന്ന് പറഞ്ഞ രസകരമായൊരു പരിപാടിയാണ് കുക്കീസും അതിനുള്ളിൽ ഒളിപ്പിച്ചിട്ടുള്ള സ്ലിപ്പുകളും. അങ്ങനെ ഓരോരുത്തരുടേത് എടുത്തു നോക്കി അങ്ങനെ ബെവർലി ഞെട്ടുന്നത് തൻ്റെ സ്ലിപ്പിൽ സ്റ്റാൻലിയുടെ പേര് എഴുതിയിരിക്കുന്നതായി കാണുമ്പോൾ. അങ്ങനെ എല്ലാ സ്ലിപ്പുകളും കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴോ അതിലുള്ളത് സ്റ്റാൻലി ഇനി ഒന്നും ചെയ്യാൻ പോകണില്ലെന്ന രീതിയിലുള്ള മെസ്സേജും. ഇതെങ്ങനെ സ്റ്റാൻലിയുടെ പേര് വന്നു എന്ന് കണ്ട് അതിച്ചു നിൽക്കെ അവിടെ ഒരു സംഭവം നടക്കുവാണ്. ആ കുക്കീസ് എല്ലാം താനെ ചലിക്കാൻ ആരംഭിച്ച് അത് പൊട്ടി വികൃതമായ ഓരോ ജീവികൾ, മനുഷ്യക്കുഞ്ഞുമുള്ള പ്രാണിയും കണ്ണും വവ്വാലുമൊക്കെ പുറത്തേക്ക് ചാടി ആക്രമിക്കാനെത്തുന്നു. ഇത് കണ്ട് എല്ലാവരും പേടിച്ച് പരിഭ്രാന്തരായി നിൽക്കെ സംഭവം ഇറ്റവരുടെ എല്ലാം മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിഷൻസ് ആണിതല്ല, ഹലൂസിനേഷൻസ്. മറ്റുള്ളവർക്ക് ഇത് കാണാൻ കഴിയില്ല. ഇതെല്ലാം വെറുതെ പേടിപ്പിക്കാൻ വേണ്ടിയുള്ള നാശങ്ങളെന്ന് പറഞ്ഞ് മൈക്ക് കസേര എടുത്ത് ടേബിളെല്ലാം തല്ലി പൊട്ടിക്കുമ്പോഴേക്കും വെയിറ്റർ എത്തി കാര്യം തിരക്കുമ്പോൾ എല്ലാം നോർമൽ. ഹോട്ടലിൽ നിന്നിറങ്ങി ആദ്യമേ വിളിക്കുന്നത് സ്റ്റാൻ്റെ വീട്ടിലേക്കാണ്. കൈമുറിച്ച് ആത്മഹത്യ ചെയ്ത് അറിയുന്നത് ബേവളിലേക്ക് ഡബിൾ ഷോക്കാവുന്നതിൻ്റെ കാരണം അവൾ അതേപോലൊരു സ്വപ്നം നേരത്തെ കണ്ടതുമാണ്. അങ്ങനെ സംഘത്തിന് ഇപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണം. നേരെ റൂം എടുത്തിട്ടുള്ള ഹോട്ടലിൽ പോയി ചെക്കൗട്ട് ചെയ്ത് തിരികെ പോകണമെന്ന വെപ്രാളത്തിൽ അവിടുന്ന് പിരിയുവാണ്. സ്റ്റാൻലിയെ പോലെ തങ്ങളും മരിക്കുമെന്നും ഒരു പ്രശ്നവും വേണ്ട, ആ പ്രതിജ്ഞയ്ക്ക് മറന്നു കളയാമെന്ന് പറഞ്ഞ് റിച്ചിയും എഡ്ഡിയും പിന്നാലെ തലപുകഞ്ഞ് ബെവർലിയും ഒപ്പം ബെന്നും പോകുമ്പോൾ മൈക്കിന് മുന്നിൽ ഇനി ശേഷിക്കുന്നത് ബില്ലി മാത്രം. ഇനി താൻ മാത്രം നിന്നുകൊണ്ട് എന്ത് പ്രയോജനമെന്ന് നിൽക്കെ മൈക്ക് എൻ്റെ കൂടെ ഒരു വട്ടം ഒന്ന് വാ എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവർ തിരികെത്തി ബാഗൊക്കെ പാക്ക് ചെയ്ത് നൽകെ ബെന്നിനൊരു സംശയം. സ്റ്റാൻലി മരിച്ച വിവരം അറിയിക്കുന്ന സമയത്ത് ബാത്ടബിലായിരുന്നു ബോഡി കിടന്നത് എന്നയാളുടെ വൈഫ് അറിയിക്കുന്നതിന് മുന്നേ തന്നെ ബെവർലിയും ബാത്ടബെന്ന് ഫോണിൽ പറഞ്ഞിരുന്നു. ഇത് ബെൻ കേട്ടതിലൂടെ മനസ്സിലാക്കി. അപ്പോൾ ബെവർലിക്ക് അറിയായിരുന്നു സ്റ്റാൻ മരിച്ചത് എങ്ങനെയാണെന്ന്. അതെങ്ങനെയെന്ന് മാക്സിമം പറയാൻ ഫോഴ്സ് ചെയ്ത് നിൽക്കെ റിച്ചിയും വന്ന് ഇത് കേട്ട് അതിശയത്തോടെ നിൽക്കുമ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു കാര്യം, അന്ന് ഡെറി വിട്ട് പോയതിൽ പിന്നെ അവൾക്ക് അടിക്കടി ദുസ്വപ്നം വരാറുണ്ടായിരുന്നു. ആ സ്വപ്നത്തിൽ താൻ ഉൾപ്പെടെ എല്ലാവരും സ്റ്റാൻലിയെ പോലെ മരണപ്പെടുന്നതാണ് കണ്ടത്. അതെന്ത് ഞങ്ങൾക്കാർക്കും തോന്നാത്തതും കാണാത്തതുമായ കാര്യങ്ങൾ നിനക്ക് തോന്നിയെന്ന് റിച്ചി ചോദിച്ചാൽ അതിനൊരുത്തരമേ ഉള്ളൂ, ഡെഡ് ലൈറ്റ്സ്. അതിനെ നേടേണ്ടി വന്നത് ബെവർലി മാത്രമാണ്. അതിലൂടെയായിരുന്നു അന്ന് അവൾ എല്ലാവരുടെയും ഭാവികാലം കണ്ടതും. അങ്ങനെ ഇവിടെ എല്ലാവരും ഷോക്ക്ഡായി നിൽക്കുമ്പോൾ മൈക്ക് ബില്ലിയെ കൊണ്ടെത്തിക്കുന്നത് ലൈബ്രറിയിലേക്കാണ്. ആ കെട്ടിടത്തിലെ തന്നെ ഒരു നിലയിലാണ് മൈക്കിൻ്റെ താമസവും. അവനവിടെ എത്തിച്ചിരിക്കുന്നത് ഒരു കാര്യം കാണിച്ചു കൊടുക്കാനാണ്, ഈ ഈറ്റ് എന്ന എൻറ്റിറ്റിയുടെ ഉത്ഭവവും അതിനെ നശിപ്പിക്കാനുള്ള വഴിയും. പറഞ്ഞാലൊരിക്കലും വിശ്വസിക്കില്ല, കാണിച്ചാലേ പറ്റൂ. അതിനൊരു വഴിയേ ഉള്ളൂ. വെൽക്കം ടു ഡെറിയിൽ റോസ് ഡിഗ്ഹാലറിന് കൊടുത്ത കടുപ്പത്തിലൊരു ചായ. പരിശുദ്ധമായ മറ്റൊരു വേരുകൾ ഉണക്കിപ്പിടിച്ച് തിളപ്പിച്ചാറ്റിയ വെള്ളം ബില്ലിക്ക് വളരെ കാഷ്വലായി കൊടുത്തിട്ട് നടന്ന് ദാഹിച്ചതല്ലേ, കുടിക്കുന്നു പറഞ്ഞ് കുടിപ്പിക്കുന്നു. അത് കുടിച്ച് കുറച്ച് കഴിയുന്നതും ബില്ലിക്ക് ഒരു വശപ്പിശക്, ഒരു ട്രാൻസ് അവസ്ഥയിലേക്ക് എത്തി പോകുന്നതോടെ അയാൾ കാണുവാണ് ഓരോ കാര്യങ്ങൾ, അത് മൈക്കിൻ്റെ പെർസ്പെക്റ്റീവിലൂടെ. അതെന്തെന്നാൽ മൈക്ക് ഹാൻലൺ ഈ എൻറ്റിറ്റിയെക്കുറിച്ച് അറിയാൻ ഡെറി പഞ്ചായത്തിൻ്റെ മുക്കും മൂലയെ അരിച്ചു പറക്കി. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുമായി കോൺടാക്റ്റ് ഉണ്ടായി, ഷോക്ക് ഓഫ് ഹിവാവ് എന്ന ഇന്ത്യൻ കമ്മ്യൂണിറ്റി. കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞാൽ റോസിൻ്റെ പിൻഗാമികൾ. അവർ ഗ്യാലു എന്ന പേരിട്ട് ആ എൻറ്റിറ്റിയുടെ ഉത്ഭവം മാറ്ററിന് വെള്ളം കുടിച്ചത് വഴിയുടെ ട്രാൻസ് അവസ്ഥയിൽ നേരിട്ട് കണ്ടു. ഭൂമിയിലേക്ക് വന്ന് പതിച്ച ഒരു നക്ഷത്രം, അതിൽ നിന്ന് പുറത്തുവിടുന്ന 3 ഓറഞ്ച് ലൈറ്റുകൾ, ഡെഡ് ലൈറ്റ്സ്. ആ എനർജി ഓരോ രൂപവും പകർന്നെടുത്ത് പക്ഷിയായും മാനായും ഒക്കെ ജനങ്ങളെ കടന്നാക്രമിച്ചുകൊണ്ടിരുന്നു. ഈ പീഡനങ്ങൾക്കൊരു അറുതി വരുത്താനായി ഗോത്രവർഗ്ഗക്കാർ ഈ എൻറ്റിറ്റിയെ തളയ്ക്കാൻ ഒരു ബുദ്ധി കണ്ടെത്തി, റിച്വൽ ഓഫ് ചുട്ട്
എന്നൊരാചാരകർമ്മം. അത് വെച്ച് ആ ഡെഡ് ലൈറ്റ്സിനെ അവരൊരു പാത്രത്തിലെ അടച്ചു തിളയ്ക്കാൻ ഒരു ശ്രമം നടത്തിയതായിരുന്നു. പിന്നീട് എങ്ങനെയാണ് പുറത്തേക്ക് എത്തപ്പെട്ടതും ഇപ്പോൾ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്നതും. തീർച്ചയായും വെൽക്കം ടു ഡെറിയിലെ ഒറിജിനിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ ഒറിജിൻ. എന്തായാലും ഈ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ബില്ലി ഒരടി അനങ്ങാൻ കഴിയാതെ വിറച്ചങ്ങനെ നിൽക്കുവാണ്. അന്ന് ഒട്ടിച്ചു ടൈറ്റിനെ എന്നേക്കുമായി നശിപ്പിക്കാൻ ഈ റിച്വൽ ഓഫ് ചൂട്ട് അവർ ഒരുമിച്ച് നടത്തണമെന്നാണ് മൈക്ക് പറയുന്നത്. ഇതിനിടയ്ക്ക് ഒരു സിക്കലിറക്ക് ഹെൻറി ബോവേഴ്സ്. അവൻ ആ കിട്ടിയെ കത്തിവെച്ച് അവിടെയുള്ള രോഗിയെയും സെക്യൂരിറ്റിയും കുത്തിക്കൊന്ന് പ്രാദേശത്തിൽ നിന്ന് ചാടുന്നു. അവൻ്റെ മെയിൻ ടാർഗറ്റ് ആരൊക്കെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ആ ടാർഗറ്റുകളിപ്പോൾ ഒരുമിച്ച് കൂടി നിന്ന് ചർച്ച നടത്തുവാണ്. മൈക്കിനൊപ്പം ബില്ലിയും ചേർന്ന് ബാക്കിയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഈ റിച്വൽ ഓഫ് ചൂടിനെ കുറിച്ചും പെന്നിവൈസിനെ നശിപ്പിച്ചില്ലേൽ അത് തങ്ങളെ വേട്ടയാടി ഭീകരമായി സ്റ്റാൻ്റെ മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊന്ന പോലെ കൊല്ലുമെന്നും. കാരണം ആ ഒരു പക പെന്നിവൈസ് എന്ന എൻറ്റിറ്റിയിലുണ്ട്, അന്ന് ഉപദ്രവിച്ചതിൻ്റെ. ഇപ്പോൾ അറിഞ്ഞോ അറിയാതെയോ എല്ലാവരും ഇവിടേക്ക് വീണ്ടും എത്തിക്കാൻ തോന്നിച്ചതിന് പിന്നിലും പെന്നിവൈസ് ആണെന്ന് മൈക്കിന് ഉറപ്പുണ്ട്. പക്ഷേ ഈ രാക്ഷസനെ നശിപ്പിക്കാൻ താനൊരു മാർഗം കണ്ടെത്തിയിട്ടുണ്ടെന്ന് അവനറിയില്ല. റിച്വൽ നടത്തണമെങ്കിൽ പണ്ട് നടന്ന എല്ലാ കാര്യങ്ങളും ഓർത്തെടുത്ത് തയ്യാറാവേണ്ടതുണ്ട്. പെന്നിവൈസിന് നേരിട്ടത് മാത്രം ഇപ്പോൾ ഓർമ്മ വന്നുള്ളവർക്ക് അതിന് മുന്നേ നടന്ന പല കാര്യങ്ങളും ഒന്നും ഇനിയും ഓർത്തെടുക്കാനായിട്ടില്ല. പെന്നിവൈസിൻ്റെ ആക്രമണം ഇതിനിടയ്ക്ക് തകൃതിയായി നടക്കുവാണ്. ഒരു ബേസ്ബോൾ ഗെയിം കാണാനിരിക്കുന്ന പെൺകുട്ടിയെ മിന്നാമിനുങ്ങ് കാട്ടി വശീകരിച്ച് പിറകിലേക്ക് എത്തിച്ച് ഈട്ടത്ത് കൊണ്ടുവന്നിട്ട് ഒരൊറ്റ കടി. കളയുന്ന ഓരോ നിമിഷവും രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം. അങ്ങനെ ലൂസേഴ്സ് പണ്ട് ചുറ്റിക്കറങ്ങിയിരുന്ന ബാരൻസ് പ്രദേശത്തേക്ക് എത്തുന്നത് അവിടെ ഒരിക്കൽ ബെൻ ഒരു കൊച്ചു അധോലോകം പോലെ ഒരു താവളം ലൂസേഴ്സ് ക്ലബിന് വേണ്ടി നിർമ്മിച്ചിരുന്നു, ക്ലബ് ഹൗസ് എന്ന് പറഞ്ഞിട്ട്. മൈക്ക് ഇവരെ ഇങ്ങോട്ടേക്ക് എത്തിക്കുന്നതും അതൊക്കെ ഓർമ്മ വന്നിട്ട് ബെൻ ഇവിടെ എവിടെ ആയിരുന്നില്ലേ അതിൻ്റെ വാതിൽ എന്ന് കണ്ണോടിക്കുന്നതും കുറെ ഹാങ് ഔട്ട് ചെയ്തും ചിരികൾ നടത്തിയ സ്ഥലമൊക്കെ ആയിരുന്നു ഇവിടെ. സ്റ്റാനെ കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ഉണ്ട്, അവൻ്റെ ഒരു ബോക്സ് അടക്കം. ഇതൊക്കെ കണ്ട കൂട്ടർ അവനെ ഓർത്ത് അപലപിച്ച ശേഷം റിച്ചിയുടെ ഒരു കൊച്ചു ഞളപ്പ്. അതും കഴിഞ്ഞിട്ട് നേരെ കാര്യത്തിലേക്ക് വരുവാണ്. നമ്മൾ വീണ്ടും കണ്ടുമുട്ടി ഇവിടെ നിൽക്കുന്നത് ആ റിച്വൽ നടത്താനാണ്. അതിന് സാക്രിഫൈസ് ഉണ്ട്, ബലി നൽകണം. ഓരോരുത്തർക്കും ഡെറിയുമായി എന്തെങ്കിലും തരത്തിൽ അറ്റാച്ച്മെൻറ്റ് വരുത്തുന്ന എന്തെങ്കിലും വസ്തുക്കൾ കണ്ടെത്തണം. അത് വെച്ചിട്ടാണ് റിച്വൽ ഓഫ് ചൂട്ട് നടത്തേണ്ടത്. പണ്ട് ഈ താവളത്തിലെ സ്റ്റാൻ കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും തലയിലിട്ട് കൊടുത്ത ഒരു ഹെയർ കാപ്പ് ആ ബോക്സിലുണ്ട്. മൈക്ക് ഇത് കണ്ടിട്ട് സ്റ്റാനിപ്പോൾ ഇല്ലാത്തതുകൊണ്ട് അവന് ബലി നൽകാനുള്ളത് നമ്മൾ ഒരുമിച്ച് കണ്ടെത്തിയിട്ടുണ്ട്. നിങ്ങളുടെ പീസുകൾ കണ്ടെത്താൻ ഓരോരുത്തരായി സ്പ്ലിറ്റ് ആകണമെന്ന് അറിയിക്കുന്നു. റിച്ചിക്ക് ഉൾപ്പെടെ അത് ഒത്തുപോകാൻ പറ്റുന്നില്ല. നമ്മൾ പണ്ട് സ്പ്ലിറ്റല്ലാതെ ഒന്നിച്ചില്ലായിരുന്നു എല്ലാം നടത്തിയത്. ഇപ്പോഴും അങ്ങനെ തന്നെ മതി എന്ന് പറയുന്നത് കേൾക്കുന്ന ബില്ലിക്കിപ്പോൾ ഓർമ്മയുണ്ട് അന്ന് പിരിഞ്ഞു കിടന്ന കുറേ കാലത്തെക്കുറിച്ച്. വിൽ ഹൗസിൽ ആദ്യമായി കയറി രക്ഷപ്പെട്ട് വന്ന ശേഷം ബന്ധത്തിൽ വിള്ളൽ വീണ് അടിയായി പിരിഞ്ഞൊരു സന്ദർഭം. അതുപോലെ അവർ ഓരോരുത്തരായി പിരിഞ്ഞ് മറന്നുപോയ പല അനുഭവങ്ങൾ ഓർത്തെടുക്കാനും വസ്തുക്കൾ കണ്ടെത്താനും പോകുന്നു. ബെവർലി തൻ്റെ പഴയ ഫ്ലാറ്റിലേക്കൊന്ന് പോവുകയാണ്. പിതാവ് ആൽവിൻ മാർഷിനെ അന്ന് വിട്ടുപോയെങ്കിലും ഇപ്പോൾ ഒന്ന് കാണണമെന്ന ആഗ്രഹം മകൾക്കുണ്ട്. അങ്ങനെ പഴയ മുറി മുട്ടുമ്പോൾ അതിലൊരു വൃദ്ധയാണ്. മാർഷ് എന്ന് കരുതിയാണ് മുട്ടിയത്. പക്ഷേ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ പേര് മിസ്സിസ് കർഷ് എന്നാണ്. കർഷിന് ഓർമ്മയുണ്ടോ? അന്ന് ബ്ലാക്ക് സ്പോട്ട് കത്തിച്ചാരമായിക്കൊണ്ടിരിക്കെ പെന്നിവൈസ് വന്നിട്ട് തല തണ്ണിമത്തം പോലെ മുറിച്ചു കുടിച്ച ആ സ്റ്റാൻ കർഷ്. ഇതിപ്പോൾ മിസ്സിസ് കർഷ് ആകുമ്പോൾ അതാരായിരിക്കും? ഇൻഗ്രിഡ്, പെന്നിവൈസിൻ്റെ സ്വന്തം മകൾ പെരിവിങ്കിൾ. 1978, അതായത് 28 കൊല്ലം മുൻപ് സ്വന്തം അമ്മ ജുനിപ്പർ ഹില്ലായി ആത്മഹത്യ ചെയ്ത സമയം ഇവരെ കണ്ടിരുന്നെങ്കിലും ബെവർലിക്ക് ഓർമ്മയൊക്കെ ഇപ്പോൾ ഇല്ല. എന്നാലും വണ്ടർ അതല്ല, അന്ന് കണ്ട അതേപോലെ തന്നെ ഇൻഗ്രിഡ് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. അതെന്താ അങ്ങനെ? നമുക്ക് നോക്കാം. ആൽവിൻ മരിച്ചിട്ട് കുറച്ചായെന്ന് അവരിൽ നിന്നറിഞ്ഞ് പോകാൻ തിരിയുമ്പോൾ ചായ കുടിച്ചിട്ട് പോകാമെന്നുള്ള നിർബന്ധത്തിന് വഴങ്ങി കുറച്ചവിടെ സ്പെൻഡ് ചെയ്യാൻ കയറവേ പഴയ ഓർമ്മകൾ മനസ്സിലേക്ക് വരികയാണ്. അമ്മയുടെ മരണത്തിന് ഉത്തരവാദി നീയാണെന്ന് പറഞ്ഞ് ബെവർലി അവളുടെ അച്ഛൻ കുറ്റപ്പെടുത്തി അബ്യൂസ് ചെയ്യാൻ തുടങ്ങിയ ആ സമയം. ശേഷം അവിടെ ഭിത്തിയുടെ കീഴിൽ പണ്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന കുറച്ച് ഐറ്റംസ് തപ്പിയെടുക്കുന്നു. അതിൽ പണ്ട് ബെൻ നൽകിയ ആ പ്രണയ കവിതയുമുണ്ട്, വിൻ്റർ ഫെയറിൻ്റെ. തുടർന്ന് മിസ്സിസ് കൃഷുമായുള്ള ചിരിച്ചാറ്റിൽ അവർ ഡെറിയിലേക്ക് എത്തിയതേക്കുറിച്ച് പറയുന്നുണ്ട്. വെറും $14 പപ്പായ്ക്കൊപ്പം എത്തിയാണ് ഇവിടെ. പിതാവ് ഒരു ക്ലൗൺ വേഷം ധരിച്ച് കാർണിവൽ പരിപാടി നടത്തിയതേക്കുറിച്ചുമൊക്കെ സംസാരിച്ചിട്ട് ഒരു കാര്യം കൂടി പറയുവാണ്, ഡെറിയിൽ മരിക്കുന്നവരാരും യഥാർത്ഥത്തിൽ മരിക്കുന്നില്ല മോളെ. ഇത് കേട്ടിട്ട് ബെവർലിക്ക് എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലെ. കാരണം ഈ ഡയലോഗ് മുന്നേ കേട്ടിട്ടുണ്ട്, പക്ഷേ എങ്ങനെയാണ് എവിടെയാണെന്നൊന്നും പിടികിട്ടുന്നില്ല. നമുക്കറിയാം അത് വേറെ എവിടെയുമല്ല, ജുനിപ്പർ ഹില്ലിൽ വെച്ച് ആ ഒരു ദുഃഖ സമയത്ത് പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കെ ബിസ്ക്കറ്റ് എടുക്കാനെന്ന് പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്ന മിസ്സിസ് കൃഷ്ണൻ്റെ ശബ്ദത്തിന് എന്തോ മാറ്റമൊക്കെ ഒരു ഭീകര ശബ്ദമായി മാറി. അങ്ങനെ നിൽക്കെ അവരൊരു പൈശാചിക രൂപത്തിലെത്തി ബെവർലി ആക്രമിക്കാനൊരുങ്ങുന്നു. പേടിച്ചോടിച്ചു നിൽക്കുന്ന മുറിയിലാകട്ടെ അടുത്ത വിഷൻ, ഇൻഗ്രിഡിൻ്റെ പപ്പ ബോഗ്രയുടെ, ദ റിയൽ പെന്നിവൈസിൻ്റെ. നിനക്ക് നിന്റെ കൂട്ടുകാരുടെ ഭാവി അറിഞ്ഞിട്ടും മാറ്റാൻ കഴിഞ്ഞില്ലെന്ന് പരിഹസിച്ച് മുഖമൊക്കെ വലിച്ചു കീറുന്നതും ബെവർലി അണച്ചോടി പുറത്തേക്കിറങ്ങി നോക്കുമ്പോഴോ കയറുമ്പോൾ കണ്ട പോലെയല്ല ഫ്ലാറ്റ്, മൊത്തം തകർന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഇതെല്ലാം അവൾക്കുള്ളിൽ തോന്നിച്ചതാണ്.
ഭയം വരുത്താനുള്ള പെന്നിവൈസിൻ്റെ ഹൊറിഫിക് വിഷൻ, ഹലൂസിനേഷൻ. ആ പോസ്റ്റ് കാർഡ് ബെവറിലേക്ക് ഡെറിയുമായി ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കുന്ന കാര്യമാണ്. അങ്ങനെ അതൊക്കെ ആകുമ്പോൾ സ്ട്രീറ്റ്സിലൂടെ നടക്കുന്ന ബില്ലിയുടെ കണ്ണുടക്കുന്നത് ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിലാണ്. കാരണം അവിടെ അവൻ്റെ ആ പഴയ സൈക്കിൾ ഇപ്പോഴും വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അതും പേടിച്ച് നെസ്റ്റ് മേടിച്ച് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സ്വയം സൃഷ്ടിച്ച ലോകത്തിലെ ഒരു കഥാപാത്രമായിരിക്കുന്നത് എന്ത് ഭാഗ്യമായിട്ടുള്ള കാര്യമാണ്. ബൈ ദ വേ, ഈറ്റ് എഴുതിയ സ്റ്റീഫൻ കിങ് ആണ് സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൻ്റെ ഓണർ. അങ്ങനെ ബില്ലി തൻ്റെ പഴയ വീടും ജോർജിയെ കാണാതായ ചാലിലൊക്കെ ഒന്ന് നോക്കി നിൽക്കെ പഴയൊരു ഹോണ്ടിങ് മെമ്മറി. ജോർജിയോട് തിരിച്ചു വന്നൊക്കെ പറഞ്ഞിട്ട് കൊച്ചിലവൻ ആ ചാലിനടുക്കെ പോയി അലറി കരഞ്ഞിരുന്നു. അന്ന് അതിൽ നിന്ന് അനിയനെ കൊന്നെന്ന പോലുള്ള കുറ്റപ്പെടുത്തലിൻ്റെ ശബ്ദവിച്ചുകൾ കേട്ടത് ഓർത്ത് നിൽക്കുമ്പോൾ ഇപ്പോഴേ ശബ്ദം അത് ജോർജിയുടെ. ചെന്ന് നോക്കുമ്പോൾ അവനൊരു പേപ്പർ ബോട്ടുമായി പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. പെന്നിവൈസിൻ്റെ മറ്റൊരു ഇല്യൂഷൻ. ബില്ലി ഇത് കണ്ട് ഉള്ളിലേക്ക് കൈയിടും വഴി ആ രാക്ഷസൻ കടന്നു പിടിച്ച് ഭയാനക സിറ്റുവേഷൻ ഉണ്ടായി പിന്നോട് ചാടി മാറുന്നു. നോക്കുമ്പോൾ കയ്യിൽ ആ പേപ്പർ ബോട്ടുണ്ട്, ബില്ലിയുടെ പീസ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആ തെരുവിലെ ഒരു കുട്ടിയെ കണ്ട് വെപ്രാളത്തിൽ ബില്ലി അവനോട് ഒരിക്കലും ആ ചാലിനടുത്തേക്ക് വരരുതെന്നും ഡെറിവിട്ട് എങ്ങനെയും പോകാൻ മോനെ എന്നൊക്കെ ഇമോഷണലായി പറയുന്നു. ചെക്കൻ പേടിച്ചിട്ട് ഞാൻ ഉത്സവത്തിന് പോവാണെന്ന് പറഞ്ഞ് സ്കൂട്ടാകുമ്പോൾ അടുത്തത് റിച്ചി. അവൻ്റെ ഫേവറേറ്റ് ഗെയിം സെൻറ്ററിലേക്ക് നടക്കുന്ന ആ വഴി ശ്രദ്ധിച്ചോ? ഒരു ആൻറ്റീക് ഷോപ്പ് കാണാം. പണ്ട് റോസും ഒരു ആൻറ്റീക് ഷോപ്പിലായിരുന്നില്ലേ ജോലി ചെയ്തത്? ഗെയിം സെൻറ്ററിലെ ഓർമ്മകൾ നോക്കിയാൽ റിച്ചിക്ക് ഇതിന് കൂടുതൽ ഇഷ്ടമുള്ള ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു. അത് ഹെൻറി ബോയ്സിൻ്റെ കസിനും. സ്ട്രേഞ്ചർ തിങ്സ് യൂണിവേഴ്സിൽ വില്ലിന് മൈക്കിനോടാണ് താല്പര്യമെങ്കിൽ ഇവിടെ മൈക്കിനാണ് സൗറക താല്പര്യം, അതായത് റിച്ചി. ഒരിക്കൽ അവൻ അതിൻ്റെ കളിയാക്കൽ കേട്ട് വിഷമിച്ച് പോൾ ബെനിയുടെ പ്രതിമയ്ക്കടുത്ത് പോയി ഇരിക്കുകയുണ്ടായി. അവിടെ വെച്ചൊരു സംഭവം നടന്നു. നോക്കിയപ്പോൾ ആ സ്റ്റാച്യു പെട്ടെന്ന് അപ്രത്യക്ഷം. പൊടുന്നനെ ഇതൊന്നും റിയൽ അല്ലെന്ന് കണ്ണടച്ചിരുന്നോടെ ആ വിഷനെല്ലാം നോർമലായി. കാലങ്ങൾക്കിപ്പുറം റിച്ചി അവിടെ നിന്ന് ഇത് ആലോചിക്കുന്നതും അതാ വീണ്ടും പെന്നിവൈസിൻ്റെ വിഷൻ. ഭയാനകമായി അടുത്തേക്ക് വരുന്ന കണ്ട് പേടിച്ചോടുമ്പോൾ ഇവിടെ അവൻ്റെ വസ്തു ആ ഗെയിം സെൻറ്ററിലെ ടോക്കണാണ്. മറ്റൊരിടത്ത് ബെന്നി നേരം പഠിച്ച ഹൈസ്കൂളിലേക്ക് ഒരു വിസിറ്റ് നടത്തുവാണ്. അവിടെ പണ്ട് അവൻ അടുക്കലേക്ക് ബെവർലിയുടെ രൂപത്തിലെത്തി ഭയപ്പെടുത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്ഡിക്ക് കീൻ ഫാർമസിയിൽ വെച്ച് കുഷ്ഠരോഗിയുടെ രൂപത്തിലും ഒരു ദുരനുഭവം. ഈ ഫാർമസിയിൽ നിന്ന് നിർത്താതെ മേടിച്ചുകൊണ്ടിരുന്ന ഇൻഹേലറൊക്കെയാണ് അവൻ്റെ മെമ്മറി പീസ്. ഇപ്പോൾ അവിടേക്ക് എത്തി നിൽക്കെ വീണ്ടും ആ വിഷൻ വന്ന് കൂടുതൽ വികൃതമായി കുഷ്ഠരോഗി ആക്രമിക്കാൻ വരുന്ന ഹാലുസിനേഷൻ ഉണ്ടാവുന്നുണ്ട്. അറപ്പും പേടിയും ഉണ്ടെങ്കിലും എഡ്ഡി എന്ത് ചെയ്യുന്നു? ഇപ്പോഴെങ്കിലും ഓടിപ്പോകാതെ പ്രതികരിക്കുകയാണ്. കഴുത്തിന് പിടിച്ച് ഞെരിച്ചും കണ്ണുകുത്തി പൊട്ടിക്കുമ്പോഴെല്ലാം അതിൻ്റെ ആക്രമണ സ്വഭാവം കുറഞ്ഞ് വീക്കായി ആ ഭീകരത വിട്ട് ചെറുതായി വരുന്നതും ഛർദ്ദിച്ചിടുന്നതോടെ എഡ്ഡി സ്ഥലം കലിയാക്കുന്നു. എന്തായാലും എല്ലാവരെയും ഭയപ്പെടുന്ന കാര്യത്തിൽ ആ എൻറ്റിറ്റി വിജയിച്ചിരിക്കുകയാണ്. റിച്ചിയും എഡ്ഡിയും പോയിട്ടേ ഉള്ളൂ എന്ന തീരുമാനത്തിൽ തിരികെ വീട്ടിലേക്ക് എത്തി കയറിപ്പോകുമ്പോൾ ബെൻ പറഞ്ഞു മനസ്സിലാക്കി നിർത്തിക്കാൻ പിറകെ. പിന്നാലെ എത്തുന്ന ബില്ലി ബെവർലിയുമൊത്ത് സംസാരിച്ച് നിൽക്കെ കാണാം പടിയിൽ നിന്നൊരു സ്കേറ്റ് ബോർഡ്. ബില്ലി മുന്നേ കണ്ട ആ ചെക്കൻ അപകടത്തിലാണെന്ന് കാണിക്കുന്ന ചോരയിൽ എഴുതിയ ഒരു സന്ദേശം കാണുന്നതും അവൻ ഉത്സവത്തിന് പോയെന്ന് പറഞ്ഞ് ഓർത്ത് അങ്ങോട്ടേക്ക് പായുന്നു. റിച്ചി ബെന്നിനോട് പോണില്ലെന്ന് സമ്മതിച്ചെങ്കിലും അവന് ഇനി ഒരു തരത്തിലും നിൽക്കാൻ പറ്റില്ല. ജനാല വഴി പുറത്തേക്ക് ചാടി വണ്ടിയും എടുത്ത് പോകുമ്പോൾ അടുത്ത പ്രശ്നം ഹെൻറി ബോയ്സ് അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവൻ ആരും കാണാതെ എഡ്ഡിക്കടുത്തേക്ക് ചെന്ന് അവൻ്റെ ചെള്ളം നോക്കി പേന കത്തി വെച്ചൊരു കുത്ത്. ഒന്നാമതേ പ്രാന്തൻ. ആ പേടിയിൽ എഡ്ഡി ബാത്ത് ടബിലേക്ക് കയറി ഒളിച്ചു നിന്ന് തിരിച്ചും കുറേ കുത്തു കൊടുക്കുന്നതിലും അവൻ മരിക്കുന്നില്ല, പകരം അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ ഇപ്പോൾ മൊത്തത്തിൽ പ്രശ്നമായിരിക്കുവാണ്. എഡ്ഡിയുടെ മുറിവ് ഒരു ബാൻഡേജൊക്കെ വെച്ച് ഒട്ടിക്കുമ്പോൾ ബില്ലി ആ ഉത്സവത്തിനിടയ്ക്ക് ചെറുക്കനെ കണ്ടുപിടിച്ച് അവൻ കളിക്കാൻ കയറുന്ന ഒരു കണ്ണാടി കൂട്ടിലേക്ക് കയറി മുന്നറിയിപ്പ് കൊടുക്കുന്നതിലും കാര്യമുണ്ടാവുന്നില്ല. അവിടേക്ക് പെന്നിവൈസ് പ്രത്യക്ഷപ്പെട്ട് ഭീകരമായൊരു മുഖത്തോടെ പാവത്തിനെ കടിച്ചു കീറുന്നു. ഇതോടെ ബില്ലി മാനസികമായി വളരെ തളർന്നു പോകുമ്പോൾ റിച്ചി ആകട്ടെ പോകുംപടി ഒരു പള്ളി കാണുന്നു. സ്റ്റാൻലി നിന്ന പള്ളിയാണ്. അവിടെ പണ്ടവൻ്റെ പ്രഭാഷണം ഇവനും മമ്മിയും ഒത്തിരുന്ന് കേട്ടിട്ടുണ്ട്. മെമ്മി ആരെന്നറിയാലോ, മാർജ് എന്ന മാഗി. അവിടേക്ക് കയറി സ്റ്റാൻ്റെ കുറേ ഓർമ്മകളും അവന് സുഹൃത്തുക്കളോടുള്ള ആത്മബോധത്തെക്കുറിച്ച് പറഞ്ഞതുമെല്ലാം ഓർത്ത് മനസ്സിനൊരു സമാധാനം വന്നങ്ങനെ സമയം കടന്നുപോയി. ഇപ്പോൾ ലൈബ്രറിയിൽ വളരെ വൈകിയും ആരെയും കാണാതെ കാത്തുനിന്ന് മുഷിയുന്ന മൈക്ക് ഹാൻലൺ. അയാളെ ഹോൺ ചെയ്യുന്ന ആ ഒരു ട്രോമ, സ്വന്തം അച്ഛൻ വില്ലും അമ്മയും കൺമുന്നിൽ നിന്ന് തീപിടിച്ച് മരിച്ച ആ ദുരോർമ്മ വരുത്തി നിൽക്കെ ഹെൻറി ബോയ്സ് അവിടേക്ക് എത്തി കുത്താൻ ശ്രമിക്കുന്നതിലും തക്ക സമയത്ത് നിന്ന് റിച്ചി ലവരെ തല നോക്കി കോടാലി വെച്ചൊരു വെട്ട്. ശല്യം തീർന്നെന്തായാലും. മറ്റുള്ളവരും വൈകാതെ എത്തുമ്പോൾ ബില്ലിയില്ല. റിച്ച് ലവ് സ്റ്റുഡിന് അവരും വേണം. പക്ഷെ സ്വന്തം കൺമുന്നിൽ ഒരു കൊച്ചുകുട്ടിയെ കൊന്ന വിഷമം കയറി ബില്ലി അതിനെ തീർത്തിട്ടേ ഉള്ളൂ എന്നും നിങ്ങളെ കൂടി ഇതിൽ പെടുത്തിയത് താൻ കാരണമാണെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഇറ്റിൽ കണ്ട പോലത്തെ അതേ സിറ്റുവേഷൻ. ബെസ്റ്റ് ഫ്രണ്ടിനെ ഒറ്റയ്ക്ക് വിടാൻ തയ്യാറല്ല. പെന്നിവൈസിന് തേടി പോകാൻ ഒരിടമേ ഉള്ളൂ, ആ വെൽ ഹൗസ്. റിച്വൽ നടത്തേണ്ടതും അവിടെ തന്നെ. ബില്ലി അവിടേക്കാണ് പോകുന്നത് മനസ്സിലാക്കി മറ്റുള്ളവർ നെയ്ബോൾ സ്ട്രീറ്റിലേക്ക് എത്തി. അങ്ങനെ അവരെല്ലാവരും കൂടി ഒരുമിച്ച് കയറുവാണ്. ബില്ലി ഇതിനിടയ്ക്ക് പറയുന്നുണ്ട്, പണ്ട് ജോർജിക്ക് വേണ്ടി നിങ്ങളെല്ലാം വലിച്ച് ഈ അപകടത്തിലേക്ക് ഇട്ടത് ഞാനാണെന്നും ഇനിയും നിങ്ങളെ അപകടത്തിലേക്ക് ചാടിക്കാൻ എനിക്ക് വയ്യെന്നൊക്കെ. എന്നായാലും ആ പൊന്നക്കളവണെ കൊന്നിട്ടുള്ളൂ എന്നും പറഞ്ഞ് രണ്ടും കൽപ്പിച്ച് അകത്തേക്ക് കയറുന്നതും വൈകാതെ ഓരോ ഹാലുസിനേഷൻസ് വന്നു തുടങ്ങുകയാണ്. ബെന്നിൻ്റെ വയറ്റിലും കഴുത്തിലും കത്തിവെച്ച് പോറിക്കുന്നത് പോലെയും
സ്റ്റാൻലിയുടെ തല ചിലന്തിയുടെ രൂപത്തിൽ വരുന്ന പോലെയൊക്കെ. ഇതെല്ലാം തരണം ചെയ്ത് ഉള്ളിലെ കിണറിലേക്ക് ഇറങ്ങി ആ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. പണ്ട് നക്ഷത്രം വീണ് പതിച്ച ആ സ്പോട്ടിൽ അവിടെയായി പണ്ട് ഷോക്ക് ഓഫ് നിർമ്മിച്ച ഒരു കൊച്ചു വാതിലുണ്ട്. അത് തുറന്ന് ഉള്ളിലേക്ക് ഇറങ്ങി നക്ഷത്ര ചീളുകൾക്കിടയിലായി ആ ഗോത്രവാദക്കാരിൽ നിന്ന് ലഭിച്ച ഒരു കുട്ട വയ്ക്കുകയാണ്. പഴയ ആ പാത്രം. അതിലായി സംഘത്തിൻ്റെ ഓരോ പീസുകൾ: ബില്ലിയുടെ പേപ്പർ ബോട്ട്, റിച്ചിയുടെ ഗെയിം ടോക്കൺ, എഡ്ഡിയുടെ ഇൻഹേലർ, ബെവർലിയുടെ ആ ലവ് പോസ്റ്റ് കാർഡ്. അത് പക്ഷേ ബില്ല് എഴുതി കൊടുത്തതാണെന്ന ഓർമ്മയിൽ അവൾ എപ്പോഴും സ്റ്റക്കാണ്. പിന്നെ ബെൻ ഇത്രയും കാലം കൊണ്ടു നടന്ന ബെവർലിയുടെ ഒപ്പമുള്ള പേപ്പറും, ഒടുവിലായി മൈക്ക് അതിലേക്കിടുന്ന ഒരു കല്ലും. ആ കല്ലിന് അവൻ്റെ ജീവിതത്തിൽ നല്ല പ്രാധാന്യമുണ്ട്. കാരണം ബൊവേഴ്സിൻ്റെ സംഘത്തിൻ്റെ അറ്റാക്കിൽ നിന്ന് അവർ വന്ന് രക്ഷിച്ച് ലൂസേഴ്സ് ക്ലബിലേക്ക് ചേർന്നത് ഈ കല്ലേറിലൂടെയായിരുന്നു. അങ്ങനെ എല്ലാം കുട്ടിയിലിട്ട് തീയിട്ട ശേഷം മൈക്ക് ഒരു മന്ത്രം ചൊല്ലി ഏറ്റുചൊല്ലാൻ പറഞ്ഞങ്ങനെ നിൽക്കെ ആ 3 ലൈറ്റുകൾ, ഡെഡ് ലൈറ്റ്സ് എന്ന ഇറ്റിൻ്റെ യഥാർത്ഥ രൂപം, അത് മുകളിൽ നിന്നങ്ങനെ വരികയാണ്. ആരും അതിലേക്ക് ഒരു കാരണവശാലും നോക്കരുതെന്ന് പറഞ്ഞ് മന്ത്രം റിപ്പീറ്റ് ചെയ്ത് നിൽക്കെ ആ കുട്ടയിലേക്ക് കയറുന്നതും അടയ്ക്കുന്നതും ഒരുമിച്ച്. ഇത്ര ഉള്ളായിരുന്നോ എന്ന് ചോദിക്കാൻ വരട്ടെ. പെന്നിവൈസിൻ്റെ മറ്റൊരു ഫൺ പെർഫോമൻസ് മാത്രം. ആ കുട്ടിയിൽ നിന്നൊരു ബലൂൺ വീർത്തു വരുന്ന കണ്ട് ഓടി അകലുന്നതും അത് പൊട്ടി എല്ലാവരുടെയും ചെവിയിൽ തേനീച്ച മൂളലും. വൈകാതെ ആ രാക്ഷസൻ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. മൈക്കിൻ്റെ കാലക്കേടിന് അവൻ അറിയിക്കാതെ വെച്ചൊരു കാര്യം ആ ക്ലൗൺ പറയുന്നതോടെ അവിടെ എല്ലാവരും തിരിയുന്നു. സംഭവം അന്ന് ഷോക്കോപ്പിവ ഈ റിച്വൽ ഓഫ് ചുഡ് നടത്തി ഇറ്റിനെ തളയ്ക്കാൻ ശ്രമിച്ചു എന്നത് ശരിയാണ്. പക്ഷേ അതപ്പോൾ തന്നെ പരാജയപ്പെട്ട് ഉണ്ടായിരുന്നവരെല്ലാം കൊന്നു തള്ളുകയായിരുന്നു. മൈക്കിൻ്റെ വിശ്വാസം അന്നവർക്ക് സ്വയം വിശ്വാസമില്ലായിരുന്നുകൊണ്ടാണ് പരാജയപ്പെട്ടത്. പക്ഷേ നമ്മളൊരിക്കൽ ഇതിനെ ആട്ടിപ്പായിച്ചതാണ്. അപ്പോൾ നശിപ്പിക്കാനും കഴിയുമെന്ന വിശ്വാസത്തിൽ ഇത് മറച്ചു വെച്ചതായിരുന്നു. ഈ നിമിഷം ആ ഡെഡ് ലൈറ്റ്സ് കുട്ടിയിൽ നിന്ന് പുറത്തേക്ക് ജ്വലിച്ചിറങ്ങുന്നതിന് പിറകെ പെന്നിവൈസ് ഒരു ഭീകര രൂപം എടുക്കുവാണ്. ഭീമാകാരനായ ചിലന്തിയെ പോലെ രൂപമെടുത്ത് കുത്താൻ ഓട്ടിക്കുന്നതും അവൾ വീണ്ടും സ്പ്ലിറ്റായി പോവാണ്. ബില്ലി വെള്ളത്തിൽ വീണും ബെന്നും ബെവർലിയും ഒരു ഡെഡ് എൻഡിലും റിച്ചിയും എഡ്ഡിയും 3 വാതിലെ ഹാലൂസിനേഷൻസ് മുന്നിലായും പെട്ടുപോകുന്നു. അതിലെ 2 വാതിൽ കണ്ട് പേടിച്ചു വരണ്ട് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടുമ്പോൾ ബില്ലി വെള്ളത്തിലായി ഒരു ഹാലൂസിനേഷൻ കാണുന്നത് അവൻ പണ്ട് ബേസ്മെൻറ്റിൽ ജോർജിയെ കാണുന്ന ഒരു സന്ദർഭം. കൊച്ചു ബില്ലി വന്ന് നിന്റെ മരണത്തിന് കാരണം ഞാനാണെന്ന് സ്വയം കുറ്റപ്പെടുത്തി നിൽക്കുന്നത് കണ്ട് ബില്ലിക്ക് ഒരു തിരിച്ചറിവുണ്ടായി ആക്രമിക്കാൻ നടക്കുന്ന ജോർജിയെ മുക്കി ആ ഹാലൂസിനേഷൻ നശിപ്പിച്ച് തിരിച്ചു കയറുമ്പോൾ ബെന്നും ബെവർലിയും 2 റൂമിലായി പെട്ടുപോകുന്ന ഹാലൂസിനേഷൻ. ബാത്റൂമിലെ ചോരക്കുളത്തിൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ബെവർലിയും ക്ലബ് ഹൗസിലെ മണൽപ്പൂഴിയിൽ പെട്ടുപോകുന്ന ബെന്നും. ആ നിമിഷത്തിൽ അന്ന് അവൻ എഴുതിയ ആ പ്രണയ കവിത പാടുന്നതും ബെവർലിക്ക് മനസ്സിലാവുകയാണ് അതപ്പോൾ ബില്ലി അല്ല, ബെന്നായിരുന്നു എഴുതിയതെന്ന്. ആ നിമിഷത്തിൽ അവൾ സർവ്വശക്തിയും എടുത്ത് മുറി തുറന്നു വന്ന് ബെന്നിനെ ആ ഹാലൂസിനേഷനിൽ നിന്ന് വലിച്ചെടുത്തങ്ങനെ ഓടുമ്പോൾ മൈക്കിനെ ആക്രമിക്കാൻ തൂക്കിയെടുക്കുന്ന പെന്നിവൈസിനെ റിച്ച് കല്ലെടുത്തെറിഞ്ഞ് പ്രവേശിപ്പിക്കുന്നതും ആ ഡെഡ് ലൈറ്റ്സിലേക്ക് അവനെ കുടുക്കി ഫ്ലോട്ട് ചെയ്യുകയാണ്. ഈ നിമിഷത്തിൽ ഇത് കണ്ട് ഭയം നിൽക്കുന്ന എഡ്ഡി ഒരു കാര്യം ചെയ്യുന്നു. ബെവർലി ഏൽപ്പിച്ച കുന്തമെടുത്ത് ഒരൊറ്റ എറി ആ തുറന്നു വച്ചിരിക്കുന്ന തലയിലേക്ക്. അതുകൊണ്ട് മുറിയുന്നതും ഡെഡ് ലൈറ്റ്സിന് ക്ഷതമേറ്റ് അങ്ങനെ കട്ടായി വീഴുന്ന റിച്ചിയെ ഓടിപ്പോയി ഉണർത്താൻ ശ്രമിക്കുന്നതും ഞെട്ടൽ. പെന്നിവൈസ് എഡ്ഡിയുടെ നെഞ്ചിലേക്ക് കുത്തിയിറക്കുവാണ്. അവനെ ചുഴറ്റിക്കറക്കി ഒരു മൂലയ്ക്കോട്ടെടുത്തെറിയുമ്പോൾ ആ മുറിവ് രക്ഷപ്പെടാവുന്നതിനപ്പുറവും. എഡ്ഡി അവസാന ശ്വാസം എടുക്കുന്ന സമയം ഒരു കാര്യം ഓർത്തെടുത്ത് പറയുവാണ്. മുന്നേ കുഷ്ഠരോഗിയെ കണ്ടപ്പോൾ പേടിക്കാതെ 2 കൽപ്പിച്ചതിനെ നേരിട്ടപ്പോൾ അത് വീക്കായി ഭീകര രൂപത്തിൽ നിന്ന് കൊച്ചായി വന്നുകൊണ്ടിരുന്നു. അങ്ങനെ കൊച്ചാക്കിയാൽ നശിപ്പിക്കാമെന്ന് പറയുമ്പോൾ ബെവർലിക്കൊരു ബുദ്ധി. അവരിറങ്ങി വന്ന ആ ഇടുക്കിലേക്ക് ഇതിനെ പിന്തുടർത്തി എത്തിക്കാനായാൽ ഇപ്പോഴത്തേലും ചെറിയ രൂപമെടുക്കും. ആ സമയത്ത് തന്നെ നശിപ്പിക്കാമെന്നങ്ങനെ മറ്റൊരു ഇടുക്ക് കണ്ടെത്തി ഓടുന്നെങ്കിലും പെന്നിവൈസ് മുന്നിൽ കയറി നിന്ന് തടയിടുന്നു. ഇനി എന്ത് ചെയ്യും? കൊച്ചാക്കാൻ വേറെയും വഴികളുണ്ട്. മൈക്ക് അവിടെ ബുദ്ധിപൂർവ്വം പ്രയോഗിക്കുന്ന ഒന്ന്. താൻ ഒന്നുമല്ലെന്ന് ഒരാളെ പറഞ്ഞു കെടുത്തിയാൽ അയാളെ കൊച്ചാക്കുന്നതിന് തുല്യമാണ്. ലോകത്തെ തിന്നുന്നവനെന്ന് വീരവാദത്തോടെ നിൽക്കുന്ന പെന്നിവൈസിനെ ഓരോരുത്തരായി നിന്ന് നീ ഒന്നുമല്ല, ഒരവശ്യയ വൃദ്ധയാണ്, കുഷ്ഠരോഗിയാണ്, വീക്കാണെന്ന് പറഞ്ഞ് മെൻ്റലി തളർത്തുന്നതും പെന്നിവൈസിൻ്റെ രീതിയിലും മാറ്റം വന്ന് വീക്കായി മെല്ലെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ രൂപം പോലെ മാറുന്നു. പെന്നിവൈസിൻ്റെ ഏറ്റവും വലിയ വീക്ക്നെസ്സാണ് പേടിക്കാതെ ധൈര്യത്തോടെ മുന്നിൽ നിന്ന് ഒന്നുമല്ലെന്നാക്കി സംസാരിക്കുന്നത്. അങ്ങനെ ഈ ഒരു നിമിഷം മൈക്ക് ആ രൂപത്തിൻ്റെ നെഞ്ചിൽ നിന്ന് മിടിക്കുന്ന ഹൃദയമെടുത്ത് എല്ലാവരും കൂടി ഒരുമിച്ച് ഞെക്കി പൊട്ടിക്കുന്നതും അവിടെ അന്ത്യമാവുകയാണ്. ഡെറിയെ കിടുകിട വിറപ്പിച്ച ആ ക്ലൗൺ മെല്ലെ അന്തരീക്ഷത്തിലേക്ക് പൊടിയായി ലയിക്കുന്നതോടൊപ്പം ആ ഡെഡ് ലൈറ്റ്സും ജ്വലിക്കുന്നതും മങ്ങി പൊടിഞ്ഞില്ലാതാവുന്നു. എന്നാൽ ആ അന്ത്യം കാണാൻ അവിടെ ഇപ്പോൾ എഡ്ഡിയില്ല എന്നൊരു വിങ്ങലാണ്. വൈകാതെ ആ നക്ഷത്രച്ചീളുകളും ചുറ്റുപാടും കുലുങ്ങി വീഴാൻ തുടങ്ങുന്നതും എഡ്ഡി എടുക്കാൻ കഴിയാതെ മറ്റുള്ളവർ ജീവനം കൊണ്ടോടി പുറത്തേക്ക് എത്തി നിൽക്കവേ ആ ഹോണ്ടഡ് ഹൗസ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് തരിപ്പണമാവുന്നു. അങ്ങനെ ആ ഭീഷണി ഇല്ലാതായിരിക്കുകയാണ്. പണ്ടത്തെ ആ കോറിയിലായി പോയി മുങ്ങിക്കുളിച്ച് എഡ്ഡിയുടെ ജീവിതത്തെ ഓർത്ത് സങ്കടപ്പെട്ട ശേഷം അവൻ കാരണമാണ് നമ്മൾ രക്ഷപ്പെട്ടതെന്നങ്ങനെ അവരെല്ലാം ഒരു സമാധാനം കണ്ടെത്തുമ്പോൾ ദീർഘകാലത്തെ വൺ സൈഡ് ലവ് ബെന്നിന് ആ പ്രണയത്തിൽ ഒരു വിജയം കണ്ടെത്താനാവുന്നത് വലിയ സന്തോഷമുള്ള കാര്യം. അങ്ങനെ സമാധാനത്തിൻ്റെ ദിനങ്ങൾ വരുമ്പോൾ ബില്ലി എഴുതുന്ന പുതിയ നോവലെന്ന് ശ്രദ്ധിച്ചു നോക്കി എന്തേലും ഓർമ്മ വരുന്നുണ്ടോ? 1962 റിച്ചിയുടെ സംസ്കാര ചടങ്ങിൽ മാർജ് പറഞ്ഞ അതേ വാചകമാണ്.
good friends or bad friends. They are just friends. നല്ലൊരു റെഫറൻസ്. സ്റ്റാൻലി ആത്മഹത്യ ചെയ്യുന്നതിന് മുന്നേ എല്ലാവർക്കും ഒരു കത്ത് എഴുതിയിരുന്നു. അതിലവൻ പറഞ്ഞത് പറഞ്ഞുമല്ല, കൂട്ടത്തിൽ ഇറ്റിനെ ഫേസ് ചെയ്യാൻ ഏറ്റവും പേടിക്കുന്നയാൾ താനായതുകൊണ്ട് ആ പേടി കൂട്ടുകാർക്കൊരു ബാധ്യതയാവാതിരിക്കാനും കരുത്തരാക്കാനും വേണ്ടിയിട്ടാണ് ജീവൻ തേച്ചതെന്നും. നമ്മൾ ലൂസേഴ്സാണ്, അതെപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. റിച്ചിയുടെ എഡിയോടുള്ള സ്നേഹവും മൈക്കിൻ്റെ സ്വസ്ഥമായുള്ള ഡെറിയിൽ നിന്നുള്ള വിടവാങ്ങലും ബെന്നും ബെവർലിയുമൊത്തുള്ള മധുര നിമിഷങ്ങളുമൊക്കെ കണ്ട് നമ്മളെ അധ്യായം ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഇനി എന്ത്? ചാപ്റ്റർ 3. ഒരു പുതിയ അധ്യായം ഏറെക്കുറെ വെൽക്കം ടു ഡെറിയുടെ വിജയത്തോടെ കൺഫേം ആയിട്ടുണ്ട്. പെന്നിവൈസ് സത്യത്തിൽ നശിക്കപ്പെട്ടോ? വെൽക്കം ടു ഡെറിയുടെ ഒരു പുതിയ സാധ്യത നമ്മൾ കണ്ടതാണ്. സമയത്തിന് അതീതമായി സഞ്ചരിക്കാനുള്ള പെന്നിവൈസിൻ്റെ കഴിവ്. ദൈവങ്ങൾക്ക് സമയമില്ല എന്ന പോലെ പ്രപഞ്ചത്തിൻ്റെ ഒരു കോണിലെ ദൈവമായ ഇറ്റിനും സമയമൊന്നുമില്ല, സർവ്വവ്യാപിയാണ്. അപ്പോൾ തീർച്ചയായും ഭാവിയിൽ നമുക്ക് മറ്റൊരു അധ്യായവും പ്രതീക്ഷിക്കാം. അപ്പോൾ പുതിയൊരു എക്സ്പീരിയൻസുമായി നമുക്ക് വീണ്ടും കാത്തിരുന്ന് കാണാം സുഹൃത്തുക്കളെ.